بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده حمدا كثيرا طيبا مباركا عليه لما يحب ربنا ويرضى. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله. പേജ് നമ്പർ 519 സൂറത്തുൽ കഹ്ഫ് ആദ്യത്തെ ആയത്ത്. സൂറത്ത് അൽ ഖാഫ്, കഹ്ഫല്ല, കഹ്ഫ്, അഹ്ഖാഫ്, ഖാഫ് സമാന ശബ്ദങ്ങളുള്ള 3 അധ്യായങ്ങളാണ് സൂറത്ത് ഖാഫ്. 519 പേജിൽ. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഹാഫിദുകളെക്കാൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ കാരണം, ഹാഫിദുകൾക്ക് മനസ്സിൽ നിന്നെടുത്താണ് പറയാനുണ്ടാവുക. സത്യം രേഖപ്പെടുത്തി വെച്ചത് ഗ്രന്ഥത്തിലാണ് താനും. മനസ്സിലെ അറിവുകൾക്ക് തെറ്റുകൾ സംഭവിക്കാം. കിതാബിലെ അറിവുകൾ തെറ്റുപറ്റാത്ത വിധം പരിശോധിക്കപ്പെട്ടതുമായിരിക്കും. പേജ് നമ്പർ 519 സൂറത്ത് ഖാഫ് ആയത്ത് 16. ഒന്നിച്ച് ഓതിയാ മതിയാവോ അതോ പോരെ? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد ألقيا في جهنم كل كفار عنيد مناع للخير معتد مريب الذي جعل مع الله إلها آخر فألقياه في العذاب الشديد قال قرينه ربنا ما طغيته ولكن كان في ضلال بعيد قال لا تختصموا لدي وقد قدمت إليكم بالوعيد ما يبدل القول لدي وما أنا بظلام للعبيد يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود
ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. നമ്മളുടെ ഈ ക്ലാസ്സിന് വരുന്ന ആളുകളിൽ ചിലരെങ്കിലും ഇത് ഓതി പഠിക്കാൻ കൂടി വരുന്നവരാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പദം പദം ഓതേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഉണ്ടെങ്കിൽ ഒരു മടിയും വേണ്ട, ഒന്ന് കൈപൊക്കിയ മതി, നമ്മളത് പദം പദം തന്നെ ഓതും. അല്ലാഹു വളരെ ലളിതവും അനായാസവുമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളിലും അത് പഠിക്കുന്ന ആളുകളിലും അത് ജീവിതത്തിൽ പാലിക്കുന്നവരിലും നമ്മളെ നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി പുതിയൊരു തലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ കാര്യമായി ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഗതി, ഈ സൂറത്തിന്റെ ഫളില് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മഹദിയായ സ്വഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിച്ചിരുന്ന ആളാണ്. ഗോതമ്പ് ചുടാനും ഇടിക്കാനും അത് മാവാക്കിയും ചപ്പാത്തി റൊട്ടി ഉണ്ടാക്കാനും നബി കുടുംബങ്ങൾക്കും ഉമ്മു സുലൈമിനും ഒരടുപ്പായിരുന്നു, ഒറ്റടുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും അടുപ്പക്കാരായിരുന്നു അവൻ. അല്ല, നബിയുടെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അവരാണ് ഉമ്മുൽ മുഅ്മിനീൻ. ഇത് ഉമ്മു സുലൈം. ഇവർക്ക് മഹത്തായ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഉഹദ് യുദ്ധത്തിലൊക്കെ ധീരമായ പോരാട്ടവീര്യം കാഴ്ചവെച്ചവരാണവർ. നിറഗർഭത്തോടുകൂടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയി യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സ്വഹാബികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും യുദ്ധം തിരിഞ്ഞടിച്ചപ്പോൾ പിന്തിരിഞ്ഞോടിയിരുന്ന സ്വഹാബികളെ തിരിച്ചു വിളിച്ച് ഒരുമിപ്പിച്ച് നിർത്തി പോരാടിച്ചതും ഒക്കെ അവരുടെ ഫضലുകളാണ്. ഞാൻ പറഞ്ഞു എന്ന് അതൊന്നും അല്ല, ഹനീഫൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. രണ്ടും രണ്ടാളുകളാണെന്ന് പറയാൻ അവർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മിമ്പറിൽ ജുമുഅ ഖുതുബകളിൽ ഈ അധ്യായം ഇതിലെ ആയത്തുകൾ മിക്കവാറും പൂർണ്ണമായി തന്നെ അല്ലെങ്കിൽ വളരെ കൂടുതലായി ഈ അധ്യായമായിരുന്നു ഓതി ആളുകളെ ഉപദേശിച്ചിരുന്നത്. ഖാഫ് സൂറത്ത് ഞാൻ കാണാതെ പഠിച്ചത് അവർ പറയണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന സംഗതി. ഖാഫ് സൂറത്ത് ഞാൻ കാണാതെ പഠിച്ചത് റസൂല് മിമ്പറിൽ ഓതുന്നത് കേട്ടാണ്. റസൂല് മിമ്പറിൽ എന്തേ ചെയ്തിരുന്നു എന്ന ചോദ്യത്തിന് ഒന്നിലധികം സ്വഹാബത്ത് പറഞ്ഞത് കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. ഖുർആനാണ് പാരായണം ചെയ്യും, എന്നിട്ട് ആളുകൾക്ക് ഖുർആന്റെ ആ ആയത്തുകളിലുള്ള ഉപദേശങ്ങൾ എങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കും. ഇത് രണ്ടുകൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി എന്തറിയും, സൂറത്ത് ഖാഫ് അത്രമാത്രം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ തൗഹീദ്, ആഖിറത്ത്, ഇതിനെ രണ്ടിനെയും നിഷേധിച്ച ആളുകൾക്കുണ്ടായ ആപത്ത്, ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ലഭിച്ചതും ലഭിക്കാനിരിക്കുന്നതുമായ നേട്ടം. ഈ സൂറത്തിന്റെ പ്രതിപാദ്യ വിഷയങ്ങൾ അങ്ങനെ നമുക്ക് ക്രോഡീകരിക്കാൻ പറ്റും. അപ്പൊ ഖാഫ് പഠിച്ചു തീരുമ്പോഴേക്ക് ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് പരമാവധി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. കഴിഞ്ഞൊരു പേജ് കഴിഞ്ഞു. പരലോക നിഷേധികളുടെ സ്വഭാവവും
പ്രപഞ്ച സംവിധാനങ്ങൾ തിരിച്ചറിയുന്ന അന്വേഷിക്കുന്നവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു തൗഹീദും അതിനെ നിഷേധിച്ച പണ്ടത്തെ ഗമണ്ഡന്മാരായ കുറേയേറെ ഭരണാധികാരികളുടെയും സമുദായങ്ങളുടെയും ചരിത്രമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ പേജിൽ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പേജ് തുടങ്ങുക കഴിഞ്ഞ പേജിൽ നിന്ന് നാം മനസ്സിലാക്കിയത് കൊണ്ട് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ട മാറ്റം എന്താണ് എന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ അല്ലെ? ഖുർആന്റെ ആയത്തുകളുടെ അവതരണ ക്രമത്തിന് ഒരു ഗ്രഡേഷൻ ഉണ്ടാകും, ഒരു വളർച്ച, ഒരു തുടക്കവും ഒരു തുടർച്ചയും ആ തുടർച്ചക്കനുസരിച്ചുള്ള ആശയങ്ങളുടെ വളർച്ചയും ഉണ്ടാകും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നിർത്തിയിടത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന മറ്റൊരു മെസ്സേജിലേക്കാണ് ആ മാറ്റം ഉണ്ടാവുക. അങ്ങനെ വേണം ഇനിയുള്ള പേജ് പഠിക്കാൻ. ആ അർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചോളെ. കെദ്ദബത്ത് ഖബലഹും ഖൗമു നൂഹ് വഅസ്ഹാബുർ റസ്സി വതമൂദ് വആദു വഫിറഔൻ വഇഖ്വാനു ലൂത്ത് വഅസ്ഹാബുൽ ലൈകത്തി വഖൗമു തുബ്ബഅ. 8 ജനതതികൾ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളും അവർ നേരിടേണ്ടി വന്ന അത്യാപത്തുകളും. അതിന്റെ കാരണം ഒറ്റ വാക്കിലാണ് പറഞ്ഞത്, കുല്ലുൻ കദ്ദബ റസൂൽ. എല്ലാവരും അവരവരിലേക്ക് വന്ന പ്രവാചകന്മാരെ കളവാക്കി. ഫഹഖ വഈദ്. പ്രവാചകന്മാർ പറയുന്ന സന്ദേശങ്ങളെ കളവാക്കിയവർക്ക് കിട്ടാനുള്ളത് എന്ന് മുൻകൂട്ടി താക്കീത് ചെയ്യപ്പെട്ടത് അവരിൽ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് കഴിഞ്ഞ പേജ് അല്ലേ? എന്നിട്ട് ഒരു ഒടുക്കത്തെ ഭീഷണി. നാം ആദ്യം നടത്തിയ ശ്രദ്ധിപ്പ് കൊണ്ട് തളർന്നിട്ടൊന്നുമില്ല. അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ. നാം തളർന്നിട്ടില്ല. ബൽഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. അവർക്കൊക്കെ ഉണ്ടായത് ഇനിയും ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന സന്ദേഹമാണ്. ഇവിടെ വെച്ചിട്ട് ആ വിഷയം നിർത്തിയിട്ട് എന്താ പറയുന്നത്? വലഖദ് ഖലഖനൽ ഇൻസാൻ. തീർച്ചയായും നിങ്ങളെ പടച്ചത് നാമാണല്ലോ. തീർച്ചയായും നിങ്ങളെ പടച്ചത്, സംവിധാനിച്ചത്, സൃഷ്ടിച്ചത് നാമാണ്. ലാമ തൗക്കീദും കതും കൂടി കൂട്ടിച്ചേർത്താൽ പിന്നീട് സംശയമില്ലാത്ത അത്രയും ഉറപ്പുള്ള ഒരു വിവരമാണ് കിട്ടുക. ലഖദ് എന്നാണ്. ലഖദ് അതിന് ഇന്നയുടെ അർത്ഥമാണ്. ലാമ തൗക്കീദിനും അത് തന്നെയാണ് അർത്ഥം. അപ്പൊ ലഖദ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ലാതെ ഉറപ്പിച്ചോളൂ. വലഖദ് ഖലഖനൽ ഇൻസാൻ. മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെ സംശയത്തിലും സന്ദേഹത്തിലുമാണെങ്കിലും ഉറപ്പുള്ള ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളെ പടച്ചത് ഞാനാണ്. ആകയാൽ വനഹനു അഅലമു, നമുക്കറിയാം എന്ത് മാ തുവസ്വിസു ബിഹി നഫ്സു. നാം പടച്ചുവിട്ട പടപ്പിന്റെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്കറിയാം. അത്ര എളുപ്പം നോക്കാണ്. ഒരു മൊബൈൽ ഫോണ് അതിന് അവിടെ ഇവിടെ ഒച്ചയും പുള്ളി ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ടെക്നീഷ്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ ഓൻ എന്തെങ്കിലും ഓണാക്കിയിട്ട് ഇന്നടാ കുഴപ്പമെന്ന് പറയാറില്ലേ? അപ്പൊ അത് ഉണ്ടാക്കിയ കമ്പനിക്ക് അതിനെ കുറിച്ച് എത്രമാത്രം അറിവുണ്ടാവും? ഒരു വണ്ടി ഇതിന്റെ സൗണ്ടിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മെക്കാനിക്കിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്താൽ ചാവിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കാല് കൊടുത്താൽ ഓൻ പറയും ഇന്നതാണ് കുഴപ്പം. അപ്പൊ അത് ഉണ്ടാക്കിയ കമ്പനിക്ക് എത്ര ഉണ്ടാവും? എങ്കിൽ വനഹനു അഅലമു,
വനഅലമു ബിമാ തുവസ്വിസു ബിഹി നഫ്സു മാ തുവസ്വിസു ബിഹി നഫ്സു. നിന്നെ പടച്ചത് ഞാനാണ്, അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ളതും എനിക്കറിയാൻ കഴിയും അല്ലേ? അതുകൊണ്ട് ഈ കളിയൊന്നും ഇവിടെ വേണ്ട. ഞാനിത് കാണുന്നില്ല, കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്ന ആ ഒരു ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുനൂദുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളോ കാലുകളോ തൊലിയോ കണ്ണോ മൂക്കോ ചെവിയോ ചെയ്ത ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വലാകിൻ ളനൻതും, പക്ഷെ നിങ്ങളുടെ വിചാരം അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, ഇതൊക്കെ കൂടെയൊന്നും അല്ലാഹു അറിയുകയില്ല എന്ന ധാരണയാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ല പറയാ. എന്നിട്ട് ഒരു പൊട്ടിക്കലാണ് പൊട്ടിക്കുക. വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും. അത് നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ വെറും തോന്നലാണ്. സുബ്ഹാനല്ലാഹ്. വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും. അത് നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ വെറും തോന്നലാണ്. സത്യം എന്താ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അതാണ് സത്യം. ഇതോ വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും. ആ തോന്നൽ അർദാക്കും, നിങ്ങളെ നരകത്തിലേക്ക് മറിച്ചു. നിങ്ങളെ നരകത്തിലേക്ക് മറിച്ചു. പറഞ്ഞോളി. തറദ്ദാ. ഖബറിടത്തിലേക്ക് മറിഞ്ഞു വീണാൽ പിന്നീട് നിങ്ങൾ സമ്പാദിച്ചതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. മുഫസ്സിറുകൾ പറഞ്ഞത് ഖുർആന്റെ ആയത്തുകളെ മറ്റ് ആയത്തുകൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കണം എന്നാണ്. മാരക പ്രകടശേഷിയുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അങ്ങനല്ലേ? ആ തോന്നലാണ് നിങ്ങളെ പരാജയപ്പെട്ടവരുടെ നശിച്ചവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ എത്തിച്ചത്. ഏത്? റബ്ബിനൊക്കെ കൂടെ കാണുന്നുണ്ടാവൂല, കേൾക്കണുണ്ടാവൂല, അറിയുന്നുണ്ടാവൂല, എന്തൊന്നും സാരില്ല എന്ന ചിന്തയാണ് നിങ്ങളെ നാശത്തിലെത്തിച്ചത്. സൂറത്ത് ആലി ഇമ്രാനിലേക്ക് എത്തുമ്പോൾ അല്ലാഹു പറയുന്നറിയോ? അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. നിങ്ങൾ നേരുള്ള വിശ്വാസികളാണെങ്കിൽ നിങ്ങളിൽ നിന്ന് വീഴ്ചകൾ വന്നാൽ നിങ്ങൾ റബ്ബിനെ ഓർക്കുകയും ആ വീഴ്ചകൾക്ക് അപ്പോൾ പാപപ്രമോചന പ്രാർത്ഥന ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. മാത്രല്ല അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. എന്ന് ആരെ കുറിച്ചിട്ടാ പറഞ്ഞാല്? റബ്ബ് ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യന്മാരെ കുറിച്ചിട്ടാ പറഞ്ഞത്. നമ്മളിതിൽ ഏതിലാണ് നമ്മളാണ് ആലോചിക്കേണ്ടത്. ഞാൻ നിങ്ങളെക്കുറിച്ച്, ഞാൻ നമ്മളെപ്പോഴും പറയാറില്ല, ഞാൻ നിങ്ങളെക്കുറിച്ച് മാർക്കിടുകയല്ല എന്റെ പണി. നിങ്ങളുടെ പണി എന്നെ കുറിച്ച് മാർക്കിടലുമല്ല. നമ്മളുടെ പണി നമ്മളെ കുറിച്ച് മാർക്കിടലാണ്. നമുക്ക് മാർക്കിടേണ്ടത് സെൽഫ് ഇവാലുവേഷൻ, നമുക്ക് മാർക്കിടേണ്ടത് സെൽഫ് അറ്റസ്റ്റേഷൻ. നമ്മളുടെ കാര്യങ്ങൾക്ക് അത് ശരിയാണെന്ന് ചാപ്പ കുത്തേണ്ടത്, സീല് വെക്കേണ്ടത് നമ്മളാണ്.
മറ്റൊരാളാൽ സീൽ വെക്കപ്പെടുകയും മൂല്യനിർണയം നടത്തപ്പെടുകയും ചെയ്യുന്നതിനു മുമ്പ്. കാരണം വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ വരീദിനേക്കാൾ കണ്ടനാടി എന്നാണ് അതിന് മലയാളത്തിൽ പറയാൻ പറ്റുക. ജീവനാടി എന്നും പറയാം. തമിഴിലേക്ക് പോകുമ്പോ കൊരവള്ളി എന്നാ പറയാ അല്ലേ? അതിനൊരു തുള വീണാൽ പൊട്ടിപ്പോയി വണ്ടി. നമ്മളാകുന്ന ജീവിത വണ്ടി അവിടെ പൊട്ടിപ്പോയി. അതും നിങ്ങളും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടോ അതിനേക്കാൾ അടുപ്പം നിങ്ങളുമായി എനിക്കുണ്ട് എന്ന് നിങ്ങളറിയണം എന്ന് റബ്ബ് നമ്മളോടാണ്. വനഹ്നു അഖറബു ഇലൈഹി, ഓരോ മനുഷ്യാത്മാവിനോടും നാം കൂടുതൽ അടുത്തവനാണ്. മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ഠനാടിയേക്കാൾ. അമ്മാതിരി ഒരു ചിന്ത നമുക്കുണ്ടോ എന്ന് നോക്കാണി, നമ്മുടെ സമൂഹത്തിനുണ്ടോ എന്നും നോക്കാണി, നമ്മുടെ മക്കൾക്ക് നമ്മുടെ വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിൽ അത്തരമൊരു ചിന്ത നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്തരമൊരു ഭയപ്പാട് നിറഞ്ഞ ജീവിത നിഷ്ഠ പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ, പറയുന്നവന്റെയും കേൾക്കുന്നവരുടെയും മനസ്സിൽ ഇങ്ങനെ പടച്ചോനെ എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വരും. ഇതിപ്പോ ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തി വെച്ചിട്ട് എനിക്കൊരു അത്യാവശ്യ കോള് വീട്ടിൽ നിന്ന് വന്നോന്ന് വിചാരിച്ചോളൂ. ഞങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടില്ല. ഞാനൊരു 2-3 മിനിറ്റ് ഇപ്പുറത്ത് അതിന് സംസാരിച്ച് തീരുമ്പോഴത്തിന് നമ്മൾ വേറെ വർത്താനം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വേറെ തുടങ്ങിയിട്ടുണ്ടാവും. ഇത്ര ഉള്ളൂ. ഞാനിങ്ങളും ഇത്ര ഉള്ളൂ. കാരണം നമുക്കിപ്പോഴും പരലോകം എന്നതൊരു വിശ്വാസം. അതെന്തായിട്ടില്ല, ഒരു ലക്ഷ്യമായിട്ടില്ല. ഒരു ലക്ഷ്യം ആയിട്ടില്ല. ഞാനിപ്പം നിന്റെ കൂട്ടുകാരൻ 2 കൊടുത്ത് എന്തിനാ നിങ്ങൾ ചോദിച്ചില്ലേ? അത് ഞങ്ങൾ ഖുർആൻ ക്ലാസ്സിന് വന്നല്ല. ഞങ്ങൾക്കൊരു ലക്ഷ്യം വേറെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങട്ടാ. അതിനിടയിൽ ഇത് തീർത്തിട്ടാണ് പോകാന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം വേറെയാണ്. നിങ്ങളുടെ ലക്ഷ്യമോ ഖുർആൻ ക്ലാസ്സാണ്. നമ്മുടെ 2 പേരുടെയും 2 കൂട്ടരുടെയും ഉള്ളവർക്ക് കൂടിയ ലക്ഷ്യം എന്താ? പരലോക വിജയമാണ് അല്ലേ? ഞാൻ വെറുതെ ചോദിക്കട്ടെ, കോട്ടപ്പടി പള്ളിയിലേക്ക് ഖുർആൻ ക്ലാസ്സിന് വന്നപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ? അതുകൊണ്ട് നമ്മുടെ വണ്ടി കൃത്യമായിട്ട് എംബസി ഹോട്ടലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വലിയർമ്മ ബൈപ്പാസിന്റെ അവിടുന്നോ ഇങ്ങോട്ട് തിരിഞ്ഞ് വേറെ ഒടുക്കം പോയില്ല. കൃത്യം നമ്മുടെ സെൽഫി മസ്ജിദിന്റെ ബോർഡ് വെച്ച ഓവാരത്തിനുള്ള കൂടി ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞ വണ്ടി. നമ്മൾ തിരിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കണ്ണും മനസ്സും നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞു. ഇതെന്തുകൊണ്ടാ? നമ്മുടെ ലക്ഷ്യം കോട്ടപ്പടി വലിയറമ്പ് സെലഫി മസ്ജിദ് ആയതുകൊണ്ടാണ്. ആണോ അല്ലേ? 40 ചില്ലാനും കിലോമീറ്റർ ഓടിയിട്ട് ഇരിക്കുക. എവിടെയും പഴിച്ചില്ല, ഒരു ജംഗ്ഷനിൽ പഴിച്ചില്ല, ഒരു വളവിലും പഴിച്ചില്ല. വണ്ടി ഒരുപാട് കുണ്ടൊരു കുഴിയിൽ ചാടി, പക്ഷെ അവിടെ നിന്ന് തടഞ്ഞു നിന്നിട്ടില്ല. വണ്ടി ഓഫാകാൻ സമ്മതിച്ചില്ല, നേരെ വിട്ടില്ലേ?
നേരെ വിട്ടു ഇവിടെ എത്തിയത്. ഈ രണ്ട് വിടലിനും അപ്പുറത്ത് വേറെ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിനപ്പുറത്ത് ഒരു ലക്ഷ്യമായി മാറിയാൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെ ഉണ്ടാവും? പെട്ടെന്ന് മനസ്സിലായി. എങ്ങനെ ഉണ്ടാവാം മാറ്റം? ഇങ്ങനെ ഇരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. വിശ്വനാഥൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച ജുമയുടെ നെയ്യത്ത് വെച്ച് കുളിച്ചു, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചു, സുഗന്ധം ഉപയോഗിക്കാൻ സാധിക്കുന്നവരൊക്കെ അത് ഉപയോഗിച്ചു. എന്നിട്ട് നല്ല നെയ്യത്തോടുകൂടി പള്ളി ലക്ഷ്യം വെച്ച് നടന്നു. അതിന്റെ ഇടയിൽ വേറെ എവിടെയും കയറിയില്ല, ആരോടും വർത്താനം പറഞ്ഞു സമയം കളഞ്ഞതുമില്ല. നേരെ പള്ളിയിലെത്തി. ഇവിടെ വന്ന് തഴിയത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ടും ദിക്ർ ദുആകളിൽ ഇമാമ വരുന്നവരെ കഴിച്ചുകൂട്ടി ഖുതുബ ശ്രദ്ധിച്ചു, തിരിച്ചുപോയി ജുമാ കഴിയുന്നവരോടെ കൂടി. എന്നാൽ ഓരോ കാലടികൾക്കും ഓരോ ദറജ ഉയരും. ഓരോ കാലടികളും ഓരോ നന്മകളായി മാറും. ഓരോ കാലടികളും മുമ്പ് സംഭവിച്ച ഓരോ തിന്മകളെ മായ്ച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതിന് കണ്ടീഷൻ പറഞ്ഞത്, ആ വരുന്ന വരവില് വേറെ എവിടെയും തങ്ങാൻ പാടില്ലാതാ. ഞാൻ പറയാം, ആ വരുന്ന വരവില് വേറെ എവിടെയും തങ്ങാൻ പാടില്ല. എന്നിട്ട് എന്തുണ്ടായി? വേറെ എവിടെയെങ്കിലും തങ്ങുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ വെള്ളം ചേർക്കലുണ്ടായി എന്ന ഇസ്ലാം കാണും. വേറൊന്നല്ല, നമ്മുടെ ലക്ഷ്യം പിഴിയിലൊന്ന് കാരണം മറ്റവരൊന്ന് കാണണം, നമ്മുടെ കട്ടൻ ചായ കുടിക്കണം, എന്നിട്ടാണ്ട് പള്ളിക്കൊക്കെ പോകണം എന്നതാണ്. ലക്ഷ്യത്തിൻ്റെ ഇടയിൽ മറ്റു മുഖ്യ ലക്ഷ്യത്തിനിടയിൽ വെള്ളം ചേർക്കലുകൾ ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഇത്രയുള്ളൂ കാര്യം. പരലോകം എന്നതൊരു ലക്ഷ്യമായി മാറിയാൽ അതിനിടയിൽ മറ്റു ചിന്തകളും തടസ്സങ്ങളോ ഒന്നും ഈ നേർക്ക് നേരെയുള്ള മുഖ്യ ലക്ഷ്യത്തിന് വിഘാതമാകുന്നത് യാതൊന്നും ഉണ്ടാവുകയില്ല. വാഹനത്തിൽ പോരുന്നതിന്റെ പതില് യാതൊന്നും കിതാബിന്റെ സുന്നത്തിലുമില്ല. എന്നാൽ വാഹനത്തിൽ പോരാൻ പാടില്ല എന്ന് കിതാബിന്റെ സുന്നത്തിൽ എവിടെയില്ല. മാത്രമല്ല, പരമാവധി വേഗതയിൽ വന്നോളൂ എന്ന് ഖുർആൻ ഉണ്ട് താനും. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഊ എന്നവർ. സഅയ എന്ന് പറഞ്ഞാൽ സാധാരണ നടത്തത്തെക്കാൾ വേഗത്തിൽ നടക്കുക, നിങ്ങൾ ധൃതി പിടിച്ചു വരിക എന്നാണ് തഫ്സീറിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് വണ്ടിയിൽ പോരാന്നതിനൊരു സൂചന കിട്ടുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് വണ്ടി പോരുന്നവർക്ക് ഈ പറഞ്ഞ കൂലി കിട്ടൂലാന്ന് കിതാബിൽ എവിടെയില്ല. എന്നാലൊരു ഹദീസ് ഉണ്ട് താനും. ഏത്? മാസിയൻ ലാ റാക്കിബൻ എന്ന്. നടക്കലാണ് കൂടുതൽ പുണ്യം, വാഹനത്തിൽ കയറലല്ല. അപ്പോഴും വാഹനത്തിൽ കയറുവാൻ കിട്ടൂലെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ലക്ഷ്യത്തിന് വിരുദ്ധമാകുന്ന അല്ലെങ്കിൽ ഈ മുഖ്യ ലക്ഷ്യത്തിന് വിഘാതമുണ്ടാക്കുന്ന തടസ്സമുണ്ടാക്കുന്നത് നമ്മുടെ വിശ്വാസ വഴിയിൽ നമ്മൾക്ക് ഇങ്ങനെ പ്രതിബന്ധമായി നിൽക്കുന്നത് ഇതൊരു വിശ്വാസം മാത്രമായി അവസാനിക്കുന്നു, ഇതൊരു ലക്ഷ്യമായി മാറുന്നില്ല എന്നതുകൊണ്ടാണ്. ഇതൊരു ലക്ഷ്യമായി മാറിയാൽ ആ ലക്ഷ്യത്തിന് തടസ്സമുണ്ടാക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കും. ഇത് നമ്മുടെ ഈമാൻ കാര്യങ്ങൾ ആറാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുന്നും അങ്ങനെ കൂടി നിൽക്കുകയാണ് അല്ലേ? ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു, ചുറ്റു വായിച്ചാൽ ആറാക്കുന്നു, ഒരു കുന്നായിട്ട് ഇങ്ങനെ കണക്കൂട്ടുക. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുള്ള വിശ്വാസം, കിതാബുകളുടെ വിശ്വാസം, അമ്പിയാക്കളുടെ വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. അതങ്ങനെ നമ്മൾ 3ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പറഞ്ഞിരിച്ചതാണ്. ഇപ്പോഴും അത് നമ്മൾ കാണാതെ പറയും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അന്ത്യദിനത്തിലുള്ള വിശ്വാസം ഉണ്ടോ? പോട്ടെ, നമുക്ക് അങ്ങനെ നന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ലക്ഷ്യം
ഇസ്ലാം ഒരു ലക്ഷ്യത്തെയാണ് മുന്നിലേക്ക് ഇട്ടു തരുന്നത്. ആ ലക്ഷ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാർഗം തെളിഞ്ഞു വരും. അല്ലേ? ലക്ഷ്യം തിരിച്ചറിഞ്ഞാൽ മാർഗം തെളിഞ്ഞു വരും. നമുക്കറിയാത്ത ഒരു സ്ഥലത്തേക്ക് പോകണം, നമ്മൾ ചെല്ലേണ്ട സ്ഥലവുമാണ് എങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയണ്ട, ഇപ്പോഴത്തെ കാലത്ത് ഒരു ലൊക്കേഷൻ മാപ്പ് ഇട്ടാളാന്ന് അറിയാം. അല്ലേ? എന്താണ് ലൊക്കേഷൻ മാപ്പ് ഇട്ടാൽ? ആ സമയത്താണ് ചില യുവർ ഡെസ്റ്റിനേഷൻ ഈസ് യുവർ ലെഫ്റ്റ് യുവർ റൈറ്റ് എന്ന് പറഞ്ഞു തരും. താ നിൽക്കണോ, ലക്ഷ്യം വെച്ച സ്ഥലം അവിടെ എത്തി എന്ന് പറഞ്ഞു തരും. ഓരോ വളവിലും എത്തുന്നതിന് മുമ്പ് പറയും, ഇതാ വളഞ്ഞോളി, ഇടത്തേക്ക് വളഞ്ഞോളി, വടത്തേക്ക് വളഞ്ഞോളി. അല്ലേ? അപ്പൊ ഇതൊരു ഒരു ഒരു ലൊക്കേഷൻ മാപ്പിന്റെ ആ പരിഗണനയെങ്കിലും സ്വർഗം അല്ലെങ്കിൽ നരകം എന്നത് നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിഴവ് പറ്റൂല. പറ്റിയാൽ തിരുത്താൻ നമുക്ക് അപ്പോൾ തന്നെ സന്മനസ്സുണ്ടാവുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്താ പറയാനേ? ഇത് യതലഖൽ മുതലഖിയാൻ, രണ്ടാളുകൾ. തലക്ക യതലക്ക എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഒരു പ്രക്രിയയെയാണ് സൂചിപ്പിക്കുക. എടുത്തു കഴിഞ്ഞതോ ചെയ്തു കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ആയ ഒരു പ്രക്രിയയല്ല അത് സൂചിപ്പിക്കാം. നിരന്തരമായി ഒരു മുതാരിയായ, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാൻ തോന്നുന്നില്ല എല്ലാവർക്കും, ഒരു വർത്തമാനകാല ക്രിയയോട് ഇത് ചേർന്ന് വരുമ്പോൾ അത് നിരന്തരമായ ഒരു പ്രക്രിയയെയാണ് സൂചിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഏറ്റെടുക്കൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അൽ മുതലഖിയാനി, അതിന് ഉത്തരവാദപ്പെടുത്തപ്പെട്ട രണ്ടാളുകൾ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു. ആരാന്റെ കടം ഏറ്റെടുക്കണ പണിയല്ല ഇത്. വേറെ എന്തെങ്കിലും ഡ്യൂട്ടി പ്രസിഡന്റ് സെക്രട്ടറി ഏറ്റെടുക്കണ പണിയല്ല, സർക്കാർ ജോലി ഏറ്റെടുക്കണ പണിയല്ല. ഇത് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്കറിയാലോ എന്താണ്? യഅലമൂന മാ തഫഅലൂൻ കിറാമൻ കാതിബീൻ. ഇത് ഏറ്റെടുക്കുന്നത് പേനയും കടലാസിൽ കയ്യിലുള്ള രണ്ടാളുകളാ. അല്ലേ? പണ്ടത്തെ കാലത്ത് കുട്ടികളെ പറഞ്ഞത് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ പക്ഷെ ഇളകുന്ന വണ്ടിയിൽ ഇരുന്നിട്ട് മക്കൾ തന്നെ ഗൂഗിളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇളക്കിയാൽ പോകൂല. അല്ലേ? ഇത് യതലഖൽ മുതലഖിയാനി, രണ്ടാളുകൾ ഇതിങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇടക്കിടക്ക് നമ്മുടെ അമ്മമാര് വലിയ ഭാര്യമാരൊക്കെ പറഞ്ഞു തരില്ലേ, മരക്കുകൾക്ക് പണി ഉണ്ടാക്കല്ലേട്ടോ പറയില്ലേ? വെറുതെ മരക്കുകൾക്ക് പണി ഉണ്ടാക്കല്ലേട്ടോ എപ്പോഴാ പറയണമെന്ന് ചോദിക്കൂടി. സംഗതി ഓരും തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അമ്മക്ക് ഈ ഉപദേശം ഇടക്കിടക്ക് കിട്ടലുണ്ട്. ഈ പണി എന്താ? ഈ ഏറ്റെടുക്കല. എവിടെയാണ്? അനിൽ യമീനി വളരി ശിമാലി ഖരീദ്. നിങ്ങളുടെ ഇടവും വലവും ഇരുന്ന് രണ്ടാളുകൾ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ സൂറത്ത് ജാസിയ എന്ന് പറഞ്ഞിട്ട് അധ്യായം അല്ലേ? സൂറത്ത് ജാസിയ, മുട്ടുകുത്തി നിൽക്കൽ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഈ ജാതി എങ്ങനെ വായിച്ചു വരുമ്പോ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഏറ്റെടുക്കൽ എന്താണ് പറയുന്നത്, ഏറ്റെടുത്തത് എന്തായി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തറിയോ? വതറാ കുല്ലു ഉമ്മത്തിൻ ജാതിയ കുല്ലു ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ.
എല്ലാ മനുഷ്യരും അന്ന് മുട്ടുകുത്തുന്നവരായി നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും. ഓരോരുത്തരായി വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും മുട്ടുകുത്തുന്ന റുക്കോൾ ചെയ്ത് കുമ്പിട്ട് നിൽക്കുന്ന കോലത്തിലായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ. നമ്മളെ പോയി പഠിക്കണ പേജിന്റെ തൊട്ടപ്പുറത്ത് 501 പേജിൽ 501 പേജിന്റെ 28 ആയത്ത്. ഞാനതൊന്നിങ്ങനെ വായിച്ചു പോട്ടെ, നിങ്ങളത് കണ്ടെത്തിക്കോളൂ. 27 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനുള്ളതാകുന്നു. വയൗമ തഖൂമു സ്സാഅതു. ഖിയാമത്ത് സംഭവിക്കുന്ന ദിവസം, വിചാരണ നേരിടേണ്ടി വരുന്ന ദിവസം. യൗമഇദി യഖ്സറുൽ മുബ്തിലൂൻ. ബാത്തുൽ ചെയ്ത് ജീവിച്ചിരുന്ന, അസത്യം ചെയ്ത് ജീവിച്ചിരുന്ന അധർമ്മകാരികളായ ആളുകളെല്ലാം പരാജയപ്പെടുന്ന ദിവസമാണത്. എന്നിട്ട് അല്ല പറയാ, വതറ, അന്ന് നിനക്ക് കാണാം, കുല്ല ഉമ്മത്തിൻ ജാസിയ. അതാണ് അധ്യായത്തിന്റെ പേര്. എല്ലാ സമൂഹങ്ങളും മുട്ടുകുത്തി കുമ്പിട്ട് നിൽക്കുന്നവരായി കാണാം. അപ്പൊ കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹാ. എല്ലാ സമുദായത്തെയും അവനവന്റെ ഗ്രന്ഥങ്ങളിലേക്ക്, രേഖാഗ്രന്ഥങ്ങളിലേക്ക് വിളിക്കപ്പെടും. ആ ഗ്രന്ഥത്തിനാണ് സ്വഹീഫത്തുൽ അഅ്മാൽ എന്ന് പറയാ, നമ്മളുടെ കർമ്മരേഖ. അതിങ്ങനെ കൈ പിടിപ്പിച്ചിട്ട് അല്ലാഹു പറയും, ആദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. ഇത് നാം തയ്യാറാക്കിയ നിങ്ങളെ കുറിച്ചുള്ള സത്യസന്ധമായ വിവരണമാണ്. നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ഈ ഗ്രന്ഥം നിങ്ങളോട് യന്തിഖു അലൈക്കും, നിങ്ങളോട് സംസാരിക്കും. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻ അല അൽയൗമ തുജ്സഊന മാ കുൻതും തഅമലൂൻ. ഇന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കാനിരിക്കുന്ന കൂലി നിങ്ങൾ എടുത്ത പണിയുടേതാണ്. എടുത്ത പണിയുടെ കൂലിയാണെന്ന് കിട്ടുന്നത് വെച്ചോളൂ. എന്നിട്ടല്ല പറയും, ഹാദാ കിതാബുനാ യന്തിഖു അലൈക്കും ബിൽ ഹഖ്. ദാ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന നിങ്ങളുടെ ഗ്രന്ഥം. ഇന്നാ കുന്നാ നസ്തൻസിഖു, നാം ഫോട്ടോകോപ്പി എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. ഇസ്തൻസഖ യസ്തൻസിഖു ഇസ്തിൻസാഖ് എന്ന് പറഞ്ഞാല് ഫോട്ടോസ്റ്റാറ്റ് എന്നാണ് ഇന്നതിനർത്ഥം. നാം അതൊക്കെ കോപ്പി എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. എന്ത്? മാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തതല്ല. ആരാ ഫോട്ടോ കോപ്പി എടുത്തത്? കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. നാം ഏർപ്പെടുത്തിയ മാന്യന്മാരായ 2 എഴുത്തുകാർ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. ഇടംവലം ഭാഗം ഇരുന്ന് 2 ആളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നീ ജാതിയെ തന്നെ വെച്ചോളൂ. അടുത്തായിട്ട് എന്താണ്? ഫഅമ്മല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി. ഈമാനും അമലു സ്വാലിഹാത്തുകളും ആണുള്ളത് എങ്കിൽ അവർ ഫയുദ്ഖിലുഹും റബ്ബുഹും ഫീ റഹ്മതിഹി,
അള്ളാഹു അന്നേ ദിനം അവന്റെ കാരുണ്യത്തിന്റെ കീഴിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. അതാണ് ശരിയായ വിജയം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, അല്ലാഹുവേ ഞങ്ങളെ അവരിൽ ചേർക്കണേ. വഅമ്മല്ലദീന കഫറൂ, പഠിച്ചോനെ ഈ ആയത്ത് മറ്റേ ആയത്തോടൊന്ന് വെച്ചോളെ. വഅമ്മല്ലദീന കഫറൂ, നന്ദി കെട്ട നിഷേധികളായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അവരോട് അവിടെ വെച്ച് ചോദിക്കും, അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ, അലം തകുൻ ആയാതി തുത്ല അലൈക്കും, അല്ല എന്റെ ആയത്തുകൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്, ഇത് ഓതണ്ടിയിരുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നില്ലപ്പോ? എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്നില്ലേ എന്ന ഇനി നിങ്ങളോടും എന്നോടും ചോദിച്ചാൽ എന്താ മുഅ്മിനീങ്ങളെ മറുപടി? ഫസ്തക്ബർതും, എന്നിട്ട് അഹങ്കരിച്ചുല്ലേ. വകുന്തും ഖൗമം മുജ്രിമീൻ, പിന്നെയും കുറ്റം ചെയ്ത് ജീവിച്ചു. വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖോ, കൂടിട്ടാ പരലോകം വിശ്വാസമായി ഒതുങ്ങിയോ ലക്ഷ്യമായി തീർന്നുപോയി എന്ന് ആലോചിച്ചോടെ. വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖോ, അല്ലാഹ് പറഞ്ഞ വാഗ്ദത്തമെല്ലാം താക്കീതുകളെല്ലാം യാഥാർത്ഥ്യമായി പുലരും എന്നെങ്ങാനും അവരോട് പറഞ്ഞാൽ, വസഅതു ലാ റൈബ ഫീഹാ, പരലോകം പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, ഖിയാമം പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, അതിലൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞാൽ ഓര് പറയാനുണ്ടാവുക, കൊൽത്തും നിങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ല, പറയൂല. പക്ഷെ ഈ സമുദായത്തിന്റെ ജീവിതം അത് പറയുന്നവരെ പോലെയാണ് മിക്കപ്പോഴും. അങ്ങനെ തന്നെയല്ലേ? ഇന്നതൊന്നു ഇല്ലാതൊന്ന, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചില ഊഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കതിൽ ദൃഢമായൊരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കതൊരു ലക്ഷ്യമായി മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തൊക്കെ ചില തോന്നലുകൾ ഉണ്ടായിരുന്നു, അല്ലാതെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും, അത് റബ്ബിനെ കുറിച്ചുള്ള നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നീ പറയാനുള്ളതറിയോ? വബദാലഹും സയ്യിആതു മാ അമിലൂ, ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എവിടെ? ഖിയാമത്ത് നാളിലെ വിചാരണ വേളയിൽ അവരുടെ മുമ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സയ്യിആതു മാ അമിലൂ, അവർ ചെയ്ത തിന്മകൾ മാത്രമാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. വഹാഖ ബിഹിം, അവരെ ചുറ്റിപ്പൊടിഞ്ഞ് നിൽക്കുന്നത് മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, എന്തിനെയൊക്കെയാണോ അവർ ദുനിയാവിൽ പരിഹസിച്ചത്, ആ മൂല്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ അവർക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ആർത്തട്ടഹസിച്ച് ചിരിച്ചവരെ കളിയാക്കുന്നു. അന്ന് അവരോട് പറയും, വഖീലൽ യൗമ നൻസാകും കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ. വഖീല, അവർ പറയപ്പെടും, അവരോട് പറയും, അൽ യൗമ നൻസാകും, നാം ഇന്ന് നിങ്ങളെ മറന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഇങ്ങനെയൊരു നാൾ വരും എന്നത് നിങ്ങൾ മറന്നു ജീവിച്ചവരല്ലേ? നമ്മളോടാണോ? ആകുമോ? ആവാതിരിക്കട്ടെ. അതിന്റെ പേരിൽ വമഅ്വാകുമുന്നാർ,
നരകമാണ് നിങ്ങളുടെ സങ്കേതം. വമാലക്കും മിൻ നാസ്വിരീൻ, നിങ്ങൾക്ക് ഇനി ഒരു സഹായമില്ല. ഇത് പണം തരയോ? ദാലിക്കും, നിങ്ങൾ ചെയ്ത തെറ്റ്, ബി അന്നക്കും ഉത്തഖദത്തും ആയാത്തില്ലാഹി ഹുസ്വൻ, അള്ളാഹുവിന്റെ ആയത്തുകളെയും നിയമങ്ങളെയും തെളിവുകളെയും നിങ്ങൾ കളിയായി കണ്ടു, കളിയാക്കി, തമാശയായി കണ്ടു. വഗറത്തുകുമുൽ ഹയാത്തു ദുനിയ, ദുനിയാവ് നിങ്ങളെ ചതിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളെ തന്നെയല്ലേ, ചില്ലറയല്ല. എന്നിട്ട് റബ്ബിന്റെ ദേഷ്യം പുറപ്പെടുന്നു നോക്കോളൂ. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. ഏതിൽ നിന്ന്? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ അല്ലേ? മഗ്രിബിനും സുബഹിനും ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിനും സുബഹിനും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 തവണ വീതം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം, ആ പ്രാർത്ഥന നമുക്കറിയാം. പ്രത്യേകം എഴുതി തരേണ്ടുന്നതോ ഓർമ്മിപ്പിക്കേണ്ടുന്നതോ ആയല്ല. പക്ഷെ ആ സമയം അതൊരു പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവില്ല. മഗ്രിബിനും സുബഹിനും ശേഷം എന്ന് പറഞ്ഞാൽ മഗ്രിബിന് ശേഷം ആ പ്രാർത്ഥന ചൊല്ലുന്നത് രാത്രിയിൽ ഉണ്ടാകാനിടയുള്ള വഴികേടുകളിൽ നിന്നുള്ള രക്ഷയാണ്. സുബഹിന് ശേഷം ചെല്ലുന്നതും പകലിലും എന്ന് പറഞ്ഞാൽ രാവും പകലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ടിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ അസ്തജീറു ബിക മിനൻ നാർ എന്ന് ഇടയ്ക്കിടെ 3 തവണ വീതം ചൊല്ലിക്കൊണ്ടിരുന്നു. അർത്ഥം തന്നെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ എന്ന് വേറെയും ഇടയ്ക്കിടെ ചൊല്ലിക്കൊണ്ടിരുന്നു. അല്ലാഹുവേ, സ്വർഗത്തിലേക്കും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള വാക്കും പ്രവൃത്തിയും ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖിലേക്കും നീ എന്നെ വഴി നടത്തണേ. അല്ലാഹുവേ, നരകത്തിൽ നിന്നും അതിലേക്ക് എത്തിപ്പെടാൻ ഇടയാക്കുന്ന എല്ലാ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയും ചെയ്യുന്നു എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അല്ലാഹുമ്മ അജ്റിനാ വ അജ്റ് വാലിദീനാ വ അഹ്ലീനാ മിനന്നാർ, അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവർ, ഒക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാൻ മടിക്കരുത്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇത് യതലക്കൽ മുതലക്കയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. എന്താ പറയാ? മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരക്ഷരം, ലഫ്ള്, ഒരു വാക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയൂല. ഇല്ലാലതയിൽ ആ വാക്കിനോടൊപ്പം ഉണ്ടാകും അപ്പോഴെല്ലാം റഖീബ്, നിങ്ങൾ ആ വാക്ക് പറയുന്നത് നോക്കി സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന ഒരാളുണ്ടാകും. അതീദ്, അത് അതേ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ മറ്റൊരാളും ഉണ്ടാകും. ഇത് 2 പേരുടെ മലക്കുകളുടെ പേരാണ് എന്നും അത് അവർ ചെയ്യുന്ന ജോലിയുടെ പേരാണ് എന്നും മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായം. 10 മലക്കുകളുടെ പേര് പറയുന്നിടത്ത് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, അസ്രായിൽ അല്ലട്ടോ.
ഖുർആനിലും സുന്നത്തിലും മലക്കുൽ മൗത്ത് എന്നാ വന്നിട്ടുള്ളത്. ജിബ്രീലു, മീകായിൽ, ഇസ്രാഫീൽ, മലക്കുൽ മൗത്ത്, മുങ്കർ, നക്കീർ, റഖീബ്, ആതീദ്, മാലിക് റിദ്വാൻ എന്നാ വന്നത് അലൈഹിമുസ്സലാം. അപ്പൊ റഖീബ്, അതീദ് എന്നത് രണ്ട് മലക്കുകളുടെ പേരാണ്. അതവർ ചെയ്യുന്ന ജോലിയാണ് അവർക്ക് ആ പേര് നൽകപ്പെടാനുള്ള കാരണം എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് നല്ല ഒരു വിഭാഗം അഗാധജ്ഞരായ പണ്ഡിതന്മാർ. നിർവചനമാണ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ രണ്ടുപേരുടെ കണ്ണിൽ, കാതിൽ, മനസ്സിൽ, അറിവിൽപ്പെടാതെ ഇളകാൻ പറ്റില്ല. ഇതിന്റെ അപ്പുറല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി സൂറത്ത് ഇൻഫിത്താറിലെ എന്ത് വാക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളും അവരറിയുന്നുണ്ട്, അതും അവരെഴുതുന്നു. പ്രവർത്തനങ്ങൾ എങ്ങനെ എഴുതുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്തറിയോ? ഇന്നല്ലാഹ കതബ അൽ ഹസനാതി വസ്സയ്യിആതി സുമ്മ ബയ്യന ദാലിക. നന്മയെന്ത് തിന്മയെന്ത് എന്നൊക്കെ റബ്ബ് തീരുമാനിക്കുകയും അത് വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കേട്ടോളിട്ടോ, ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരു നന്മ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചു, പക്ഷെ സാഹചര്യവശാൽ അയാൾക്ക് അതിന് സാധിച്ചില്ല. വലം യഅമൽഹ, എന്നാൽ കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ താമ്മ, അതിനൊരു പൂർണ്ണമായ നന്മ ചെയ്ത പ്രതിഫലമാണ് രേഖപ്പെടുത്തുക. നന്മ ചെയ്യാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ, ചെയ്തിട്ടില്ല, പക്ഷെ മറ്റേ ആളുകൾ അത് അറിഞ്ഞില്ലേ? വാക്കും പ്രവൃത്തിയും മാത്രമല്ല, നമുക്ക് ബേജാറുണ്ടില്ലേ? നമ്മുടെ മനസ്സും അവരറിയും അല്ലേ? വമൻ ഹമ്മ ബി ഹസനത്തിൻ ഫഅമിലഹ, ഒരാളൊരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് അയാൾ ചെയ്യുകയും ചെയ്യും. കതബഹ അല്ലാഹു ഇൻദഹു അശറ ഹസനാത്തിൻ ഇലാ സബഈന ഇലാ സബഅമാത്തിൻ ഇലാ അദ്ആഫിൻ കസീറ. അത് ചുരുങ്ങിയത് 10 അല്ലെങ്കിൽ 70 700 അതിനുമപ്പുറം കണ്ടമാനം ഇരട്ടിയായും അത് എഴുതപ്പെടും. എങ്ങനെ? അതിന്റെ പിന്നിലെ ഉദ്ദേശവും അതിന് സഹിച്ച കഷ്ടപ്പാടും ത്യാഗവും, അതുകൊണ്ട് നേട്ടം ലഭിച്ചവന്റെ ആവശ്യവും അതുകൊണ്ടുണ്ടായ നേട്ടവും ഒക്കെ അവർ വിലയിരുത്തും. ആര് വിലയിരുത്തും? മായൽ ഫിളുമിൻ ഖൗലിൻ യഅലമൂന മാ തഫഅലൂൻ. അപ്പൊ അതും അവരറിയും, അതിനുള്ള പവർ അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വമൻ ഹമ്മ ബി സയ്യിഅത്തിൻ ഫലം യഅമൽഹ, ഒരു തിന്മ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചു, പക്ഷെ പിന്നീട് അല്ലാഹനെ പേടിച്ച് അതിന് പിന്മാറി, എങ്കിൽ കതബഹ അല്ലാഹു ഇൻദഹു ഹസനത്തൻ താമ്മ, അതിനൊരു പൂർണ്ണ നന്മയാണ് രേഖപ്പെടുത്തുക. അതെങ്ങനെ മലക്കുകൾക്ക് മനസ്സിലായി? സൂക്ഷ്മമായ ഒരു വായന നമ്മുടെ മനസ്സിനെ കുറിച്ച് ഈ 2 മലക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം അല്ലേ? വമൻ ഹമ്മ ബി സയ്യിഅത്തിൻ ഫഅമിലഹ, ഒരു തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് മനഃപൂർവ്വം ചെയ്യുകയും ചെയ്തു. കതബഹ അല്ലാഹു ഇൻദഹു സയ്യിഅത്തൻ വാഹിദ, ഒരേ കുറ്റമേ അതിന്റെ പേരിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ഈ കഴിവ് പോലും നൽകപ്പെട്ട മലക്കുകളാണ് റഖീബ് അതീദുമാ അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. മുഅ്മിനീങ്ങളെ, ഈ തിരിച്ചറിവുണ്ടാകുന്നിടത്തു നിന്നാണ് നമ്മൾ എവിടേക്ക് മാറുക? പരലോകം എന്നത് ലക്ഷ്യമായി മാറുക. അതല്ലെങ്കിൽ അതൊരു വികാരമായി, വിചാരമായി, വിശ്വാസമായി അതവിടെ പരിമിതം. അതവിടെ പരിമിതപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മുടെ ലോകത്തെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തെക്കുറിച്ച്
ഈ സമൂഹത്തിലെ ഭൂരിപക്ഷത്തെ കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ പറയണ്ടായി, നമ്മൾ അടുത്തിടക്ക് പറയുന്നതാ, മക്കയിൽ വെച്ച് പഠിച്ചത് ഞങ്ങൾ പരലോകമായിരുന്നു, പരലോകവും തൗഹീദുമായിരുന്നു മക്കയിൽ വെച്ച് പഠിച്ചത്. അതുകൊണ്ട് ബേജാറായ ഞങ്ങളുടെ മനസ്സുകളിലേക്കാണ് നിയമനിർദ്ദേശങ്ങൾ വന്നത്, വിധിവിലക്കുകൾ വന്നത്, ഞങ്ങൾക്കതനുസരിക്കാൻ ഒരു മടിയുമില്ലാതിരുന്നത്. ഇതനുസരിച്ചാൽ രക്ഷപ്പെടും, അനുസരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന ഭയപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ രൂഢമൂലമായത് കൊണ്ടാണ്. അതില്ലാത്തത് കൊണ്ടാണ് നമുക്കിത് അനുസരിക്കാൻ കഴിയാത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം അല്ലേ? എന്താ പറയും, അർത്ഥാണ് പറഞ്ഞ് ഞാൻ നിർത്തും. അങ്ങനെ പോകണ പോക്കില് മഴ പെയ്തപ്പോ ബേജാറായില്ല, ഇപ്പോ ഒരു മഴക്കാറ് വന്നപ്പോ ബേജാറായില്ലേ? കയ്യ് കിട്ടിയിട്ട് കയ്യിന്റെ ഉടമസ്ഥന ഇതുവരെ കിട്ടിയില്ല, തല കിട്ടിയവന്റെ ഉടമസ്ഥന കിട്ടിയില്ല, ഉടല് കിട്ടിയവന്റെ തല കണ്ടെത്തിയില്ല. പണ്ടൊക്കെ നമുക്ക് കേറിക്കിടക്കാൻ ആറടി മണ്ണുണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു 2-3 ആഴ്ച മുമ്പ് വരെ. ഇപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷക്ക് ഇനി സാധ്യത ഉണ്ടോ? ഇല്ല. അതുപോലും കിട്ടാൻ നിവൃത്തിയില്ല. 50-60 കൊല്ലക്കാലത്തെ പരമ്പരകൾ അധ്വാനിച്ചുണ്ടാക്കിയ മുതലല്ല പോയത്, പിന്നെന്താണ്? മണ്ണെണ്ണയാണ് പോയത് അല്ലേ? ഒരാളുടേതല്ല, ഒരു ഗ്രാമം അവിടെ നിന്നിരുന്നു എന്നുള്ളതിന് ഒരു തെളിവില്ല. ഇനി മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കും, ഇതിന്റെ പേരിന്റെ മാറ്റമില്ല, ഞങ്ങൾ ആ പേര് തന്നെ ഉണ്ടാക്കും എന്നാ പറഞ്ഞ്. എന്താണ്? അങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവില്ല. എന്നിട്ടും നമുക്ക് മടങ്ങാനായിട്ടില്ലെങ്കിലേ ഇതിന് വേറെ മാർഗമൊന്നുമില്ല. ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്, അപ്പോഴേ തിരിച്ചറിയുള്ളൂ. അപ്പൊ തിരിച്ചറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവുള്ളവരായി, ഉൾക്കാഴ്ചയുള്ളവരായി, ഈമാനുള്ളവരായി, തഖ്വയുള്ളവരായി, ഖുശൂഉള്ളവരായി, വറഉള്ളവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.